Good morning. Good morning, Miss. Okay, good morning. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ആതിര മിസ്സിനെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കുറച്ച് ദിവസമായി. അപ്പൊ അതുകൊണ്ട് മിസ് ലീവിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ നിനക്ക് ഒരു ക്ലാസ് എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ കാണേണ്ടി വരുന്നുണ്ട്. എന്താന്ന് വിചാരിക്കണ്ട, മിസ് അഡ്മിറ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ്. ആൾക്ക് ഭയങ്കര ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിപ്പോയി. മിസ്സിന് ശബ്ദമൊന്നുമില്ല, ഭയങ്കരമായിട്ട് ചുമച്ച് സൗണ്ട് ഒക്കെ പോയി. വളരെ സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ശബ്ദമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലെ ടൂൾ സൗണ്ട് ആണല്ലോ. സൗണ്ട് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മിസ്സിന്റെ ഈ ആഴ്ചത്തെ ക്ലാസ്സുകളുടെ പലതും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. ലാസ്റ്റ് ഡേ ഓക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്കവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവണം. അപ്പൊ അത് ശനിയാഴ്ചയോടുകൂടി അത് കൂടി. ഡോക്ടറെ പോയി കണ്ടിരുന്നു, മെഡിസിൻസ് എടുത്തിരുന്നു. പക്ഷെ അന്ന് നൈറ്റ് ആയപ്പോഴേക്കും ബുദ്ധിമുട്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സില് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ, മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? നമ്മൾ ഇന്നലെ ഇവിടെ വരെ പറഞ്ഞു. നമ്മള് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ക്ലിയർ അല്ലേ? അത്രയും ഭാഗങ്ങൾ, കുറച്ച് ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു കേട്ടോ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിർത്തി ക്ലാസ് എടുക്കാം. ഈ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സംസാരിക്കാനായിട്ട്. ഇപ്പൊ തന്നെ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ റീഡിങ് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരെയാണ്. ഭയങ്കര ഒരു സഫോക്കേഷൻ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് പതുക്കെ എടുക്കാം കേട്ടോ ക്ലാസ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ എക്സ്പെൻസസ്, ഓക്കെ, എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പൊതുവെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് 7 പോയിന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ് അല്ലെ. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, പേരിൽ തന്നെ കിടപ്പുണ്ട് അല്ലെ. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെ, അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ആണ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തത് എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് മുൻപായിട്ട് വരുന്ന ചില മെഡിക്കൽ എക്സ്പെൻസസ് അല്ലെ. അതിനകത്ത് എന്തൊക്കെ വരുന്ന നമ്മൾ പറഞ്ഞത്? മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഇടയ്ക്ക് എന്താണ്, ഇപ്പൊ ഡോക്ടർ അഡ്മിറ്റ് ആവുന്നേക്കാളും മുമ്പ് തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന് ചിലപ്പോൾ ഇടയ്ക്ക് കൺസൾട്ട് ചെയ്യാറുണ്ട്. ചില ലാബ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും അല്ലെ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, പിന്നെ എന്താ പറയുക, പ്രിവെന്റീവ് ആയിട്ട് നടത്തുന്ന സർജറീസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകള്, മെഡിസിൻസ്, അങ്ങനെയുള്ളതിനുള്ള അത്തരം ചെലവുകൾക്കുള്ള കവറേജും ഹെൽത്ത് ഇൻഷുറൻസ് വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാമത്തെ തൊട്ടാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അതെന്തായിരിക്കും? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും. അതായത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി, പക്ഷെ പിന്നീട് നമുക്ക് ഇടയ്ക്ക് ഒരു ഫോളോ അപ്പിന് വേണ്ടി പോകേണ്ടി വരും അല്ലെ. അതുപോലെ തന്നെ ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്യുന്നതായിട്ട് ഒരു ഡോക്ടേഴ്സ് പറയും, ഡിസ്ചാർജ് ചെയ്ത് ഇത്ര ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന് കാണണം. അപ്പൊ വീണ്ടും ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്ഥിതിയൊക്കെ ബെറ്റർ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അപ്പോ അങ്ങനെയുള്ള ചെലവുകൾ, അത്തരത്തിലുള്ള എക്സ്പെൻസുകൾക്കുള്ള കവറേജും ഏതുവഴി നമുക്ക് ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് വഴി ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിക്കാതെ
all cost involved in patient care and medicines after a patient is discharged from the hospital up to a period specified earlier are included in the health care insurance. മനസ്സിലായല്ലോ? അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക കാലയളവ് വരെ അവർക്ക് എന്താണ് ഈ പറയുന്ന മെഡിസിൻസും മറ്റുള്ള ട്രീറ്റ്മെന്റ്സുകൾ ഫോളോ അപ്പിനൊക്കെ വരുന്ന സമയത്തുള്ള കാര്യങ്ങൾക്കുള്ള ചെലവുകളും അതിനുള്ള കവറേജുകൾ ഹെൽത്ത് ഇൻഷുറൻസ് വഴി ലഭിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്? These consist of post-hospitalization consultation. അല്ലെ, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ചാർജസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, കുറെ കൂടെ നമ്മൾ ബെറ്റർ ആയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഇമേജിംഗ് ടെസ്റ്റുകളോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകള്, മെഡിസിൻസുകള്, പിന്നെന്താണ് തെറാപ്പി, ഡ്രഗ്സ്, മരുന്നുകള്, ഇവയ്ക്കുള്ള എക്സ്പെൻസുകളൊക്കെ ഇതിലൂടെ നമുക്ക് കിട്ടും, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കിട്ടും. ഓക്കെ, ഇതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? നാലാമത്തെ പോയിന്റ് എന്താണ്? ആംബുലൻസ് ചാർജസ് ആണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വിൽ ആൾസോ കവർ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ഷിഫ്റ്റിംഗ് ദ പേഷ്യൻസ് ടു എ ഹോസ്പിറ്റൽ ബൈ ആൻ ആംബുലൻസ്. ഇപ്പോ ചില പേഷ്യൻസിന് നമുക്ക് ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ ആ ആംബുലൻസ് ചാർജസ് ഉണ്ട് അല്ലെ. അത്തരം ചാർജസിനുള്ള എന്താണ് കവറേജും ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊന്നല്ല പറയുന്നത് കേട്ടോ. എല്ലാ പ്ലാനുകളും പല പ്ലാനുകളും പല രീതികളിലാണ്. പക്ഷെ പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ ഇത്തരത്തിലുള്ള കവറേജ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആംബുലൻസിന്റെ ചാർജ്, അതൊക്കെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് വഴിയായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും കൊടുക്കുന്നു എന്നല്ല പറയുന്നത്, ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിലൊക്കെ അത്തരം എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? The health plan will meet the cost of all procedures and treatments undertaken as an inpatient in a hospital or a daycare facility for less than 24 hours. Less than 24 hours എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കും. അതായത് നമ്മള് ഒരു 24 മണിക്കൂറിൽ താഴെ, 24 മണിക്കൂറിനുള്ളിൽ നമ്മളൊരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഡേ കെയർ ഫെസിലിറ്റിയിലോ ഇൻപേഷ്യന്റ് ആയിട്ട് എടുക്കുന്ന എല്ലാ നടപടിക്രമങ്ങൾക്കുമുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സിനും പ്രൊസീജിയേഴ്സിനുള്ള കവറേജുകൾ ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ അഡ്മിറ്റ് ആയി 2-3 ദിവസമൊന്നും കിടക്കേണ്ട കാര്യമില്ല. 24 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു ഇൻപേഷ്യന്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ആശുപത്രിയിലാവാം, മറ്റേതെങ്കിലും ഡേ കെയർ ഫെസിലിറ്റിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവാം. അപ്പൊ അതിനുള്ള ചെലവുകളും ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വഴിയായിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ 24 അവറിനുള്ളിൽ ചെയ്യുന്ന ഇപ്പൊ ഡയാലിസിസ് അല്ലെ, അത് വേണമെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം അത് ചെയ്ത് വൈകുന്നേരത്തോടു കൂടി തിരിച്ചു വരാം അല്ലെ. അതുപോലെ കാറ്ററാക്ട് സർജറി, തിമിരത്തിന്റെ ശസ്ത്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ അതിന് സമയമൊന്നും വേണ്ട, വിത്തിൻ 24 അവറിനുള്ളിൽ കഴിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതുപോലെ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ 24 മണിക്കൂറിൽ താഴെ ഒരു ഇൻപേഷ്യന്റ് എന്നുള്ളൊരു ഇൻപേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ അങ്ങനെ വരുന്ന എക്സ്പെൻസുകൾക്കുള്ള കവറേജുകളും ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? അതാണ് ഇവിടെ ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ആണ് കേട്ടോ. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംസം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. ലംസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒറ്റ തവണയായിട്ട് ഒരു തുക കൊടുക്കുകയാണ്. അതാണ് എന്ത് ലംസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംസം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ദിവസേന ഒരു നിശ്ചിത തുക വീതം എന്തിനു കൊടുക്കുകയാണ്? അവരുടെ കവറേജിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ഒരു നിശ്ചിത തുക ദിവസേന അവർക്ക് എന്താണ് ഈ പറയുന്ന ചെലവുകൾക്കായിട്ട് കൊടുക്കുകയാണ്. അതാണ് എന്ത് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇൻകം ബെനിഫിറ്റ് ആണ്. ഇൻകം ബെനിഫിറ്റ് എന്താണ്? ഇൻകം ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
Some advanced health insurance plans provide a lump sum to your family to replace the lost income for the family in case of your absence. അതെന്ന് പറഞ്ഞാൽ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും കൊടുക്കുന്നില്ല. ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകള് നിങ്ങളുടെ അഭാവത്തില് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയിലെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് ഇരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു, അതിനൊരു ആക്സിഡന്റ് സംഭവിച്ചു, സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലേക്കുള്ള വരുമാനം അവിടെ ഇല്ലാതാവും അല്ലെ. അപ്പൊ നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക ഫാമിലിക്ക് കൊടുക്കുകയാണ്. അത്തരത്തിലുള്ള പ്ലാനുകളുണ്ട്. അതാണ് ഇൻകം ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ 7 എണ്ണം എന്ന് പറയുന്നത് പൊതുവേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനില് കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസുകളാണ്. എന്ന് പറയുന്ന എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലും ഈ പറയുന്ന എല്ലാം കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും ഓരോ പ്ലാനുകളും വ്യത്യാസമുണ്ട്. ഓക്കെ, എന്നിരുന്നാലും ജനറലി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാല് എന്തൊക്കെയാണ്? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, അതുപോലെ ആംബുലൻസ് ചാർജസ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡേ കെയർ ട്രീറ്റ്മെന്റിനുള്ള എക്സ്പെൻസുകൾ, ഡേ ടു ഡേ ക്യാഷ് ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഇൻകം ബെനിഫിറ്റ്സുകളും കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? പോയിന്റുകൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ആ 7 പോയിന്റുകളും ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത ഭാഗത്തോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് IRDAI has a list of diseases or medical conditions that are not covered under the health insurance. അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് IRDAI ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്യാത്ത, അതായത് പരിരക്ഷ കൊടുക്കാത്ത ചില അസുഖങ്ങൾ അല്ലെങ്കിൽ ചില മെഡിക്കൽ സിറ്റുവേഷൻസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം IRDAIയുടെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കാം. IRDAIയുടെ ഫുൾ ഫോം എന്താണ്? The Insurance Regulatory and Development Authority of India. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് IRDAI എന്ന് പറഞ്ഞാല്? നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ IRDAI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് IRDAI എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ഇതാണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് ആദ്യം പഠിച്ചു വെക്കാം. ഇനി അടുത്ത എന്താണ്? ഇനി ഒരു IRDAI ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്ത് പോകുന്ന എക്സ്പെൻസുകൾ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യാത്ത, ഓക്കെ, അതായത് പരിരക്ഷ ലഭിക്കാത്ത ചില കണ്ടീഷൻസുകൾ ഉണ്ട്, ചില മെഡിക്കൽ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് നമ്മൾ ഇന്നലെ ഒരു ടേം പഠിച്ചില്ല, എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ടേം ഇന്നലെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ചില കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് ഈ പറയുന്ന പോളിസികള് എന്ത് കൊടുക്കുന്നില്ല, കവറേജ് കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ചില സ്പെസിഫിക് റിസ്ക് കേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പൊതുവെ എക്സ്ക്ലൂഷൻസ് എന്നാണ് എന്ന് പറയാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എക്സ്ക്ലൂഷൻസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, കോസ്മെറ്റിക് സർജറീസ്.
കോസ്മെറ്റിക് സർജറിക്ക് എന്ത് കൊടുക്കുന്നില്ല? കവറേജ് കൊടുക്കുന്നില്ല. കാര്യം സർജറിയാണ്, ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്ത് കിട്ടുന്നില്ല നമുക്ക്? ഇൻഷുറൻസ് കവറേജ് എന്തിനു കൊടുക്കുന്നില്ല? കോസ്മെറ്റിക് സർജറിക്ക് കൊടുക്കുന്നില്ല. കോസ്മെറ്റിക് സർജറി നിങ്ങൾക്ക് അറിയാം, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർജറികളാണ്. അപ്പൊ അതൊന്നും അങ്ങനെ ആവശ്യമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിന് എന്ത് കൊടുക്കുന്നില്ല? കവറേജ് കൊടുക്കുന്നില്ല കേട്ടോ, കോസ്മെറ്റിക് സർജറിക്ക്. പിന്നെ വരുന്നത് IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. IVF ചികിത്സയുണ്ടല്ലോ, വന്ധ്യതാ ചികിത്സകള്, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ്, അതിനൊന്നും പൊതുവെ എന്ത് കൊടുക്കാറില്ല? ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് കൊടുക്കുന്നില്ല കേട്ടോ, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ അത് തന്നെ വന്ധ്യതാ ചികിത്സ ചെയ്യില്ല, അതിനൊന്നും എന്ത് കൊടുക്കില്ല? ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല. അത് നമ്മുടെ സ്വന്തം കയ്യിലെടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ വരുന്നതാണ് പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. ഓക്കെ, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. പ്രഗ്നൻസിക്ക് അതുപോലെ അബോർഷൻ അങ്ങനെയുള്ള കേസുകൾക്കൊന്നും കവറേജ് കൊടുക്കുന്നില്ല. പിന്നെ മിസലേനിയസ് ചാർജസ്. മിസലേനിയസ് ചാർജസ് എന്ന് പറഞ്ഞാൽ മറ്റു പലവക ചാർജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കാം? അതായത് നമ്മൾ ഈ ഫുഡ് ആൻഡ് ബിവറേജസ്, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ, മറ്റേ ഇന്റർനെറ്റ് കണക്ഷൻ, അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ലോണ്ടറി, എന്താ പറയാ, ലോണ്ടറി ചാർജസ്, അല്ലെ, അങ്ങനെയുള്ളതിനൊന്നും എന്ത് കൊടുക്കുന്നില്ല? കവറേജ് കൊടുക്കുന്നില്ല. അതന്നെ ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതിനൊന്നും എന്ത് കൊടുക്കുന്നില്ല? കവറേജ് ലഭിക്കുന്നില്ല. അതൊക്കെയാണ് മിസ്സലേനിയസ് ചാർജസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ് ആൻഡ് സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ സർട്ടൈൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കേട്ടോ. പിന്നെ നമ്മൾ പൊതുവെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് രജിസ്ട്രേഷൻ, നമ്മൾ ആദ്യം പോകുമ്പോൾ രജിസ്ട്രേഷൻ ചാർജസ് വരും, അഡ്മിഷൻ ഫീസുകള്, പിന്നെ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സേവന നിരക്കുകള്, അതൊന്നും പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനില് കവറേജ് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ചെലവുകൾക്കൊന്നും എന്ത് തരുന്നില്ല? പരിരക്ഷ തരുന്നില്ല, കവറേജ് ലഭിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഹെൽത്ത് സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഹെൽത്ത് കുറെ കൂടെ എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സപ്ലിമെന്റ്സുകൾ എടുക്കുന്നുണ്ടാവാം. അപ്പൊ കാൽസ്യം സപ്ലിമെന്റ്സോ അങ്ങനെയൊക്കെ ഉള്ളത്, പ്രോട്ടീൻ സപ്ലിമെന്റ്സോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്ത് കൊടുക്കുന്നില്ല? ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല. അതായത് വിറ്റാമിൻസ് ഒക്കെ നമ്മൾ കഴിക്കാന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹെൽത്ത് ഉണ്ട്, ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടെ എന്താണ് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സിനൊന്നും എന്ത് കൊടുക്കുന്നില്ല? ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല, കവറേജ് കൊടുക്കുന്നില്ല. പിന്നെ അടുത്തത് എന്താണ്? ഇൻ ഇന്ത്യ ഹെൽത്ത് സപ്ലിമെന്റ് എക്സ്പെൻസസ് ആൻഡ് പ്രോട്ടീൻ ഷേക്ക് എക്സ്പെൻസ് ആർ നോട്ട് കവേർഡ് ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഈ പറയുന്ന സപ്ലിമെന്റ്, ഹെൽത്ത് സപ്ലിമെന്റ്സിനായിട്ട് വരുന്ന ചിലവ്, ഹെൽത്ത് സപ്ലിമെന്റ്സ് ആയിട്ട് വരുന്ന മരുന്നുകളൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവാം, അതുപോലെ പ്രോട്ടീൻ ഷേക്കുകളൊക്കെ കഴിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള എക്സ്പെൻസുകളൊന്നും പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തതൊന്ന് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്, അതിന് മുൻപുണ്ടായിരുന്ന ചില എന്താണ് ഹെൽത്ത് കണ്ടീഷൻസിന് കവറേജ് ലഭിക്കുന്നുണ്ട്. അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? ഡിസീസസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് earlier ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് അവേ. അതായത് ചില അസുഖങ്ങള്, അതായത് നമ്മൾ ഈ പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് നമുക്ക് അതിന് മുമ്പേ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ചില ഡിസീസസിന്, ചില അസുഖങ്ങൾക്ക് നമുക്ക് ഉടനടി എന്ത് ലഭിക്കില്ല? പരിരക്ഷ നമുക്ക് ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ഉടനടി കിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. കാരണം കിട്ടാതിരിക്കുന്നില്ല, കിട്ടും, പക്ഷെ ഉടനടി കിട്ടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഡിസീസസ്, ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഹെൽത്ത് ഫിറ്റ് ആയിരിക്കണം. ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ് ആണ്. അതായത് ഇവിടെ പറയുന്നത് ഡിസീസസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് earlier ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് അവേ. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് നമുക്ക് ഉടനടി എന്ത് ലഭിക്കുന്നില്ല? പരിരക്ഷ നമുക്ക് ലഭിക്കുന്നില്ല.
Some plans do not provide the cover for high blood pressure and diabetes, and while many others do. അപ്പൊ ചില പ്ലാൻസുകൾ ഈ പറയുന്ന ബ്ലഡ് പ്രഷർ, ഡയബറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളാണ്. അത് ചിലപ്പോൾ പോളിസി എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത്തരം അസുഖങ്ങൾക്കൊന്നും കവറേജ് കൊടുക്കുന്നില്ല ചില പ്ലാനുകൾ അതിനുള്ള കവറേജ് കൊടുക്കാറുണ്ട്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം കേട്ടോ. The insurer will provide a duration after which the claims for the pre-existing health conditions can be made. അല്ലെ, അതായത് നമ്മുടെ ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരാണ്? കമ്പനിയാണ്. ഓക്കെ, ഇതിന്റെ ടേംസ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഡ്യൂറേഷൻ വെക്കും, അവരൊരു ടൈം പീരീഡ് വെക്കും. ആ ടൈം പീരീഡിന് പൊതുവെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്നാണ് പറയാം. വെയിറ്റിംഗ് പീരീഡ് അതായത് കമ്പനി ഒരു ഡ്യൂറേഷൻ വെക്കും, ഒരു ടൈം പീരീഡ് വെക്കും. ആ ഒരു പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ചില അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻഷുറർ will provide a duration after which the claims for the pre-existing health conditions can be made. നമ്മൾ പറഞ്ഞല്ലോ, മുൻപുണ്ടായിരുന്ന അസുഖങ്ങൾക്ക് ഉടനടി നമുക്ക് പരിരക്ഷ കിട്ടില്ല. ചില അസുഖങ്ങൾക്ക് ഈ കമ്പനി എന്ത് ചെയ്യും? ഒരു ടൈം പീരീഡ് വെക്കും. ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഒരു കാരണവശാലും അത്തരം അസുഖങ്ങൾക്ക് വേണ്ടി ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാൻ നമുക്ക് കിട്ടും അത്. പക്ഷെ ഒരു നിശ്ചിത ടൈം പീരീഡ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ പൊതുവെ വെയിറ്റിംഗ് പീരീഡ് ആണെന്ന് കാത്തിരിപ്പ് സമയമാണ് കേട്ടോ. അപ്പോ the waiting period depends on the insurer and can be between 12 to 48 months. അപ്പൊ അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് അതിന് കൊടുക്കും. ആ വെയിറ്റിംഗ് പീരീഡിന്റെ അളവ്, അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ പൊതുവെ വരുന്ന വെയിറ്റിംഗ് പീരീഡ് എത്രയാണ്? 12 to 48 months ആണ്. എന്നുവെച്ചാൽ 1 വർഷം മുതൽ 4 വർഷം വരെയൊക്കെ പൊതുവെ വെയിറ്റിംഗ് പീരീഡ് വെക്കാറുണ്ട്. ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരാളൊരു ആക്സിഡന്റ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ആക്സിഡന്റ് പോളിസിക്കകത്ത് കൃത്യമായിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. 30 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് 30 ദിവസത്തിന് ശേഷം മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ പേഷ്യന്റ് ഒരു ആക്സിഡന്റ് ക്ലെയിം എടുത്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് 30 days ആണ് അതിന്റെ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇയാള് പോളിസി എടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ ഈ 30 ദിവസത്തിനുള്ളിൽ ഇയാൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെന്ന് ഇരിക്കട്ടെ. പക്ഷെ ആക്സിഡന്റ് പോളിസി എടുത്തിട്ടുണ്ട്. പക്ഷെ 30 ദിവസത്തിനുള്ളിൽ ആക്സിഡന്റ് സംഭവിച്ചാലും ആൾക്ക് അതിന് വേണ്ടി ക്ലെയിം ഉന്നയിക്കാനായിട്ട് പറ്റില്ല. കാര്യം എന്താണ്? വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. ആ 30 ദിവസത്തിന് ശേഷം മാത്രമേ അവർക്ക് ആ ഒരു ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കൂ. മനസ്സിലായോ ഇപ്പൊ കാര്യം? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പൊതുവെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ 1 വർഷം തൊട്ട് 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകാം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? സെൽഫ് ഹാം ആണ് കേട്ടോ. സെൽഫ് ഹാം നേരത്തെ പറഞ്ഞു തോന്നുന്നു. സെൽഫ് ഹാം അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ആൾസോ ഡസ് നോട്ട് കവർ എനി ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ, അത് തന്നെ. ഓക്കെ, സുരക്ഷ പറഞ്ഞു സൂയിസൈഡ്, അത് തന്നെ. ഹെൽത്ത് ഇൻഷുറൻസ് ആൾസോ ഡസ് നോട്ട് കവർ എനി ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ് റൈസിംഗ് ഫ്രം എ പേഴ്സൺ ദാറ്റ് കോസസ് ദംസെൽസ് ഹാം. അതായത് സ്വയം ഉണ്ടാക്കുന്ന പരിക്കുകള്, സ്വയം ഉണ്ടാക്കുന്ന മുറിവുകള്, അല്ലെ, അങ്ങനെയുള്ളതിനൊന്നും എന്ത് കിട്ടില്ല? ഹെൽത്ത് ഇൻഷുറൻസില് കവറേജ് കൊടുക്കില്ല. അല്ലാതെ ആകസ്മികമായിട്ടൊക്കെ സംഭവിക്കുന്നതിന് കിട്ടും. നമ്മളായിട്ടുണ്ടാക്കുന്ന പരിക്കുകൾക്കോ നമ്മളായിട്ടുണ്ടാക്കുന്ന മുറിവുകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും എന്ത് കിട്ടില്ല? നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങള്? ശരിക്കും പറഞ്ഞ ഇതൊക്കെ എന്താണ്? എക്സ്ക്ലൂഷൻസ് ആണ്, അല്ലെ? എക്സ്ക്ലൂഷൻസ് ആണ്, കവറേജ് കൊടുക്കാത്ത ചില സിറ്റുവേഷൻസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ശ്രീലക്ഷ്മി പറയുന്നത് LIC യിലായിരുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. IRDA ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. അപ്പൊ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെയിറ്റിംഗ് പീരീഡ് ആണ്, ഒരു കാത്തിരിപ്പ് സമയമാണ്, അല്ലെ? കമ്പനി കൊടുക്കുന്ന ഒരു നിശ്ചിത കാലയളവാണ്. ആ ഒരു കാലയളവിൽ നമുക്ക് ചില അസുഖങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാം, നമുക്കത് കിട്ടും.
അപ്പൊ ഒരു നിശ്ചിത ടൈം പീരീഡ് ഉണ്ട്, അതിനെയാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആ പീരീഡിൽ ഒരു കാരണവശാലും നമുക്ക് കവറേജ് ലഭിക്കില്ല. ഓക്കെ, അതില് ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് കുറച്ചെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വായിക്കാം കേട്ടോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. The disease not covered under waiting period, അതായത് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യപ്പെടാത്ത അസുഖങ്ങൾ. അപ്പൊ നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്, വെയിറ്റിംഗ് പീരീഡിൽ ഒരിക്കലും കവറേജ് കിട്ടുന്നില്ല നമുക്ക്. അപ്പൊ അതിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Even though most health insurance plans cover a vast majority of diseases, there are some kinds of illnesses which are not covered for the first few years. മിക്കവാറും എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലും ഒട്ടുമിക്കപ്പെട്ട അസുഖങ്ങൾക്കുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. എങ്കിലും ചില അസുഖങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ നമുക്ക് കവറേജ് കിട്ടില്ല. Okay, so given below is the list of diseases which are not covered under health insurance but come with a waiting period. Waiting period ഇരിക്കുന്ന ചില അസുഖങ്ങൾ കേട്ടോ. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, പക്ഷെ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ് കേട്ടോ. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൊക്കെ വരുന്ന എന്തെങ്കിലും അൾസറുകൾ കേട്ടോ. അത്തരം അസുഖങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് പൊതുവെ കൊടുക്കാറില്ല. ഉടനടി ഒന്നും നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കൊടുക്കാറില്ല കേട്ടോ. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ് അല്ലെ. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലും അൾസറുകൾ പോലെ വരുവാണെങ്കിൽ അത്തരം അസുഖങ്ങൾക്കൊന്നും കിട്ടില്ല കേട്ടോ. കിട്ടില്ല എന്ന് വെച്ചാൽ ഉടനടി കിട്ടില്ല, വെയിറ്റിംഗ് പീരീഡിലാണ്, കിട്ടും. ആ ഒരു കാലയളവ് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെന്താണ്, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, പലതരത്തിലുള്ള ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഫിസ്റ്റുല മീൻസ് ഉദ്ദേശിക്കുന്നത് അബ്നോർമൽ കണക്ഷൻസ് ആണ് കേട്ടോ. അബ്നോർമൽ കണക്ഷൻസ് ബിറ്റ്വീൻ ദ ഓർഗൻസ് ആണ്. ഓക്കെ, മൂലക്കുരു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ആ ഒരു കോമൺ നെയിം ആണ് ശരിക്കും. അബ്നോർമൽ ആയിട്ടുണ്ടാകുന്ന കണക്ഷൻസ് ആണ് കേട്ടോ. നോർമലി നമ്മുടെ ബോഡിയിൽ ചില ഓർഗൻസുകൾ തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻസ് ഉണ്ട്, അതല്ലാതെ വരുന്ന കണക്ഷൻസ്, അല്ലാതെ ബോഡിയിൽ ഉണ്ടാകുന്ന കണക്ഷൻസ് ആണ് കേട്ടോ. അതാണ് പൊതുവെ ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ BPH എന്ന് പറയും കേട്ടോ. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അത് വന്നിട്ട് കൂടുതലും പുരുഷന്മാരിലാണ്. അതായത് ഈ പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ കേട്ടോ. പ്രോസ്ട്രേറ്റ് ക്യാൻസർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ഈ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് പ്രോസ്ട്രേറ്റ് ക്യാൻസർ അല്ല, പക്ഷെ പൊതുവെ ഒരു 40 വയസ്സൊക്കെ ആയിട്ടുള്ള പുരുഷന്മാർ 40 വയസ്സിന് മുകളിലേക്കൊക്കെ പോകുമ്പോഴും ഈ പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസ് അവർക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് പ്രോസ്ട്രേറ്റ് വീക്കം, അത് തന്നെ കറക്റ്റ് ആണ്, ശ്രീലക്ഷ്മി ചോദിച്ച കറക്റ്റ് ആണ്, വീക്കമാണ് കേട്ടോ, ഇൻഫ്ലമേഷൻ ആണ്. അതിൽ മിക്കവാറും ഒരു 90% എന്താണ്, നോൺ ക്യാൻസറസ് ആയിരിക്കും. ക്യാൻസറസ് അല്ലാത്ത വീക്കങ്ങളാണ്. 10% എങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന BPH, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് നോൺ ക്യാൻസറസ് ആയിട്ട് വരുന്ന പ്രോസ്ട്രേറ്റ് വീക്കമാണ് കേട്ടോ. ക്യാൻസറസ് അല്ല, ക്യാൻസറസ് അല്ലാതെ വരുന്ന പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുന്നില്ല. ഓക്കെ, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്നാണ് പറയുക കേട്ടോ. അടുത്തത് എന്താണ്, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് കേട്ടോ. ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് അറിയാലോ, പൈൽസ് അതുപോലെ തന്നെ ഹെമറോയിഡ്സ്, അവിടുത്തെ ബ്ലഡ് വെസലൊക്കെ വീർത്തു പൊട്ടുന്ന ഒരവസ്ഥയാണ് കേട്ടോ. പൈൽസ്, ഫിസ്റ്റുല, രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ ഇതൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണ് കേട്ടോ. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്, അതായത് യൂട്രസിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ്. പ്രത്യേകം ഓർക്കുക, പ്രഗ്നൻസിയോ ഇൻഫെക്ഷനോ മൂലമുണ്ടാകുന്ന ബ്ലീഡിംഗ് അല്ല, അല്ലാതെ ഉണ്ടാകുന്ന അബ്നോർമൽ ബ്ലീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്, യൂട്രൈൻ ബ്ലീഡിംഗ് മീൻസ് അതൊരു പ്രഗ്നൻസി പോലെ ചിലപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാം, യൂട്രസിൽ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാവാം. അങ്ങനെയുള്ള കാരണങ്ങളല്ല, അല്ലാതെ വരുന്ന അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിംഗ്, ഈ എന്താ പറയാ സിസ്റ്റ് ഒക്കെ ഫോം ചെയ്യില്ലേ, PCOD, PCOS അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ മൂലം യൂട്രസ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും കവറേജ് കിട്ടുന്നില്ല, വെയിറ്റിംഗ് പീരീഡിലാണ് ഇതൊക്കെ. പിന്നെ വരുന്നത് കാറ്ററാക്ട് ആണ് കേട്ടോ. കാറ്ററാക്ട് എന്താണ്, തിമിരമാണ് കേട്ടോ. തിമിര ശസ്ത്രക്രിയകൾ ഉണ്ടല്ലോ, അതൊക്കെ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതാണ്, ഉടനടി ഒന്നും കിട്ടില്ല, കുറച്ച് നാള് കഴിഞ്ഞിട്ടേ അതിനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹെർണിയ നമ്മൾ മറ്റേ ഇതിന് പഠിച്ചില്ലേ, ഡയാലിസിസിനകത്ത് നമ്മൾ പഠിച്ചു അല്ലെ, അറിയാലോ.
കുടലിറക്കമാണ് കേട്ടോ, കുടലിറക്കമാണ്, അതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സുകളാണ് കേട്ടോ. അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് അറിയാലോ, ഇപ്പോ പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനോ മറ്റുള്ള ഡ്രഗ് അഡിക്ഷനോ, നമ്മൾ അതിനെന്ന് പറയുമ്പോൾ നമുക്ക് പല എന്താ പറയുക കൗൺസിലിങ്ങുകള് അല്ലെങ്കിൽ മറ്റുള്ള ബിഹേവിയറൽ തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഈ ബിഹേവിയറൽ തെറാപ്പി കൗൺസിലിംഗ് ഒക്കെ അഡിക്ഷൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഒന്നും കിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ കിട്ടും. വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഡെന്റൽ ട്രീറ്റ്മെന്റ്സുകളാണ്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ് കേട്ടോ. അതായത് ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ഡെന്റൽ ഇഞ്ചുറി അല്ല, അതല്ലാത്ത ഡെന്റൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ആക്സിഡന്റ് സംഭവിച്ചപ്പോ പല്ല് പൊട്ടി പോവുകയോ അങ്ങനെയൊക്കെ സംഭവിച്ച ഉടനടി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസ് അല്ല കേട്ടോ. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ഡെന്റൽ ഇഞ്ചുറീസ് അല്ല, അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റിലേക്ക് റൂട്ട് കനാൽ ചെയ്യാം, പല്ല് കേടായിട്ടൊക്കെ ചെയ്യുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റ്, അതൊക്കെ വെയിറ്റിംഗ് പീരീഡിനാണ്. ഉടനടിയൊന്നും നമുക്ക് കവറേജ് കിട്ടാറില്ല. പിന്നെ വരുന്നത് ജനറ്റിക് ഡിസീസ് ഓർ കൺജനിറ്റൽ കണ്ടീഷൻ ആണ് കേട്ടോ. ജനറ്റിക് ഡിസീസസ്, ജനിതക വൈകല്യങ്ങള്. പിന്നെ കൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ബർത്ത്, ബർത്തിലേ ഉണ്ടാവുന്ന ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതിനൊന്നും ഉടനടി എന്ത് കിട്ടാറില്ല, കവറേജ് കിട്ടാറില്ല. അപ്പൊ വെയിറ്റിംഗ് പീരീഡ് ആണ് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ പറയുന്ന അസുഖങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യപ്പെടാത്ത അസുഖങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻസ് ഇത് കാണും, ഇതല്ലാത്ത ഏതെങ്കിലും ഒരെണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസേഴ്സ്, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്, കാറ്ററാക്ട്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഡെന്റൽ ട്രീറ്റ്മെന്റ്, ജനറ്റിക് ഡിസീസ് ഓർ കൺജനിറ്റൽ കണ്ടീഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നും വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയം തോന്നുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത്, അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും തോന്നിയോ? അതിനുള്ളൊരു ഉത്തരം ഈ ചാപ്റ്ററിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇവിടെയല്ല, കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. നമ്മളിങ്ങനെ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കൊടുക്കുന്നതിന് ചില റീസൺസ് ഉണ്ട്. കാര്യം കമ്പനിക്ക് വേറെ റിസ്ക് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വെക്കുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യും, പോളിസി എടുത്ത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉടനടി പോയി ഇൻഷുറൻസ് എടുത്ത് ഉടനടി ക്ലെയിം ചെയ്യും. അങ്ങനെയുള്ള ചില അനാവശ്യ ക്ലെയിമുകളൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വെക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാനോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. അടുത്തതാണ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇനി നമ്മള് പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകൾ പരിചയപ്പെടാൻ പോവാണ്. നമുക്കറിയാം ഓരോ ഹെൽത്ത് ഇൻഷുറൻസും പല രീതിയിൽ. ഇപ്പൊ ശ്രീലക്ഷ്മിയുടെ LIC-ലൊക്കെ വർക്ക് ചെയ്തത് അറിയാൻ പറ്റില്ല. പലതും പല പ്ലാനുകളാണ്. എല്ലാം ഒരുപോലെയാണോ? അല്ല, പല ടൈപ്പ് പ്ലാനുകൾ ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള കവറേജ് കൊടുക്കുന്ന പ്ലാനുകളുണ്ട്. അപ്പൊ ചിലവര് ഏറ്റവും നല്ല നല്ല പ്ലാനുകൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യാം അല്ലെ. പിന്നെ നമുക്ക് പ്രീമിയം അടയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ്, പല ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ 5 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാന്ന് നോക്കാം. അത് ജസ്റ്റ് ഹെഡിങ് നമുക്കൊന്ന് വായിക്കാം. ഒന്ന് ഹോസ്പിറ്റലൈസേഷൻ കവർ, പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ, പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, പിന്നെ ടോപ്പ് കവർ. ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഹോസ്പിറ്റലൈസേഷൻ കവർ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വരുന്ന മെഡിക്കൽ സർജിക്കൽ എക്സ്പെൻസുകൾക്കൊക്കെയുള്ള കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട് അല്ലെ. അതാണ് കേട്ടോ. ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർഡ് a cover for all the expenses arising out of hospitalization owing to the treatment needed for the illness or accident. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് അത് തന്നെ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോൾ കിട്ടുന്നത് അല്ലെ. നമുക്കിപ്പോ എന്തെങ്കിലും അസുഖമോ ആക്സിഡന്റോ മൂലം നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വരുന്ന എല്ലാവിധ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കൊടുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. അതാണ് എന്ത് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ മാത്രമല്ല ദിസ് ഈസ് ആൻ ഇൻഡെംനിറ്റി കവർ. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു കവറേജ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു റീഇംബേഴ്സ്മെന്റ് ഒക്കെ കിട്ടുന്ന ഒരു കവറേജ് ആണ് കേട്ടോ. ഇൻഡെംനിറ്റി കവർ എന്ന് പറഞ്ഞാൽ ഇൻഡെംനിറ്റി എന്ന് വെച്ചാൽ നഷ്ടപരിഹാരം കവറേജ് ആണ്. which ensures the making good for the loss the insured is suffering from. അതായത് ഈ ഒരു ഇൻഷുർഡിന് ദാറ്റ് മീൻസ് ഒരു പോളിസി ഹോൾഡർക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഉള്ള ഒരു കവറേജ് ആണ് ഏത് കൊടുക്കുന്നത്? ഹോസ്പിറ്റലൈസേഷൻ കവർ കൊടുക്കുന്നത്. അതും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? all the expenses are net based on the details mentioned on the required bills and hospital documents. അതായത് കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ബില്ലുകളും സബ്മിറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സിലേക്ക് ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് വന്നിട്ടുള്ള എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഈ ഒരു ഇൻഷുറൻസ് സ്കീമിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ബില്ലുകളും ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാം. ആ സബ്മിറ്റ് ചെയ്ത ബില്ലുകളുടെ ഡോക്യുമെന്റ്സിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് എത്രത്തോളം ചെലവുകൾ വന്നിട്ടുണ്ടോ അതിന് ഒരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതിനൊരു റീഇംബേഴ്സ്മെന്റ് ഈ ഒരു കവറേജിലൂടെ ലഭിക്കുകയാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല ഈച്ച് കവർ കംസ് വിത്ത് ഇറ്റ്സ് ഓൺ കവറേജ്, എക്സ്ക്ലൂഷൻ ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പൊ ഓരോ കവറും എടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഓരോ പ്ലാനുകൾ എടുക്കുകയാണെങ്കിലും അതിന് അതിൻ്റെതായ കവറേജുകൾ ഉണ്ടായിരിക്കും, എക്സ്ക്ലൂഷൻസ് ഉണ്ടായിരിക്കും, ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്ലാനുകളും വ്യത്യാസമുണ്ട്. ചില പ്ലാനുകളിൽ ചിലതിനുള്ള കവറേജ് കിട്ടും, ചിലതിന് കിട്ടില്ല. ചില പ്ലാനുകൾ വേറെ രീതിയിലായിരിക്കും. എല്ലാത്തിനും വ്യത്യാസമുണ്ട് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ എക്സ്ക്ലൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ ഹോസ്പിറ്റലൈസേഷൻ കവർ കേട്ടോ. അതായത് നമുക്ക് ഒരു അസുഖമോ ആക്സിഡന്റോ മൂലം നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് തരുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഹോസ്പിറ്റലൈസേഷൻ കവർ. അതെങ്ങനെയാ അത് കൊടുക്കുന്നത്? നമ്മള് ബില്ലുകള് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ബില്ലുകള് ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു നഷ്ടപരിഹാരം ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ. എന്താണ് പ്രത്യേകത? ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു those expenses which are not covered under a pure hospitalization cover. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ ആദ്യം പറഞ്ഞത്, അതില് കവർ ചെയ്യാത്ത ചില എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ആണ് ആര് കൊടുക്കുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ കൊടുക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഉൾപ്പെടുത്താത്ത ചില എക്സ്പെൻസുകളുണ്ട്, അതിനുള്ള കവറേജുകളാണ് ഏതിന് കൊടുക്കുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്ത് കൊടുക്കുന്നത്. അപ്പൊ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ദോ ഹോസ്പിറ്റലൈസേഷൻ കവേഴ്സ് മെഡിക്കൽ എക്സ്പെൻസസ്, there are also incidental expenses which are non-medical in nature. non-medical in nature എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് നോൺ മെഡിക്കൽ എക്സ്പെൻസുകള് അല്ലെ, നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ആണ് ഏതിലൂടെ കിട്ടുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവറിലൂടെ ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ മെഡിക്കൽ എക്സ്പെൻസ് അല്ല, നോൺ മെഡിക്കൽ ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾക്കുള്ള കവറേജുകളാണ് എവിടെ കിട്ടുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്ത് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ? അല്ലെങ്കിൽ ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിനകത്ത് പെടും? ഫോർ എക്സാമ്പിൾ നോക്കാം, എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാനും ഹോസ്പിറ്റലിൽ തിരിച്ചു വീട്ടിലോട്ട് വരാനും വരുന്ന ട്രാവലിംഗ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ. അത് എന്താണ്? നോൺ മെഡിക്കൽ എക്സ്പെൻസ് അല്ലേ? മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഹോസ്പിറ്റലിലോട്ട് പോകാനും തിരിച്ചു വരാനുമുള്ള വെരി ഗുഡ്, കറക്റ്റ് ആണ് ശ്രുതി, ഫുഡ് എക്സ്പെൻസസ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ സ്റ്റേക്ക് വരുന്നത് ഡയറ്ററി ഫുഡ് എക്സ്പെൻസ്, ഇതൊക്കെ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. ഇതിനുള്ള കവറേജ് ആണ് എവിടെ കിട്ടുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്ത് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഉൾപ്പെടുത്താത്ത നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് അഥവാ ഇൻസിഡന്റൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജുകളാണ് ഏതിലൂടെ കിട്ടുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവറിലൂടെ ലഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഏതാണ്? ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾക്ക്, ഏറ്റവും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള കവറേജ് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അതാണ് എന്ത്? ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഇസ് എ ബെനിഫിറ്റ് കവർ ദാറ്റ് കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എനി സീരിയസ് ഓർ ക്രിട്ടിക്കൽ ഇൽനെസ്. എങ്ങനെയുള്ള അസുഖങ്ങളാണ്? ഏറ്റവും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ,
എന്ന് പറയുമ്പോൾ സച്ചസ് ക്യാൻസർ, അതുപോലെ തന്നെ പാരാലിസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര അല്ലെ. അതൊക്കെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥകളാണ് അല്ലെ. ക്യാൻസർ, പിന്നെ പാരാലിസിസ് അല്ലെ, സ്ട്രോക്ക് ഒക്കെ വന്ന് തളർന്നു പോകുന്ന അവസ്ഥ. ചിലർ ഫുള്ളി പാരലൈസ്ഡ് ആവും, ചിലർ ഭാഗികമായിട്ട് പാരലൈസ്ഡ് ആവും, അങ്ങനെയുള്ള കേസുകൾ. പിന്നെ മേജർ ആയിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തിയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള കവറേജ് കൊടുക്കുന്ന പ്ലാനാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, for which the hospitalization expenses may or may not be covered in a pure hospitalization cover. Some grave illnesses may need prolonged recovery, which requires additional cost, such as incidental expenses, possible loss of income, or structural changes in the family. Okay, ഇത് നമുക്ക് അറിയാവുന്നതാണ് കാര്യം. ഗ്രേവ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളാണ്. ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് റിക്കവറി ചെയ്യണമെങ്കിൽ ഒരുപാട് കാലതാമസം വരും അല്ലെ. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് അഡീഷണൽ കോസ്റ്റും വരും. കാര്യം എന്താണ്? പോസിബിൾ ലോസ് ഓഫ് ഇൻകം. ഇപ്പൊ നമ്മളാണ് നമ്മുടെ എന്താ പറയാ വീട്ടിലെ സോഴ്സ് ഓഫ് ഇൻകം എങ്കിൽ നമുക്ക് ഒരു ഗുരുതരമായിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയ നമ്മുടെ ഫാമിലിയിൽ ആ ഇൻകം കുറയും അല്ലെ. അതുപോലെ ധാരാളം സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജും കൊടുക്കുന്ന പ്ലാനുകൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്താണ്, ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്താണ്, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്താണ്, ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് എന്താണ്? പേഴ്സണൽ ആക്സിഡന്റ് കവർ. പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിഡന്റ് കേസുകൾക്ക് മാത്രമായിട്ടുള്ള കവറേജ് കൊടുക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട് അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ ദ എക്സ്പെൻസസ് ലയബിൾ to be paid only on account of accident. ആക്സിഡന്റ് കേസുകൾക്ക് മാത്രമായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ ഉണ്ട് അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറഞ്ഞത്. ആക്സിഡന്റ് മൂലം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കവറേജ് തരുന്ന പ്ലാനുകളുണ്ട്. This is a benefit plan in which the opted cover is paid as a lump sum based on the degree of disability and or death. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ലംസം എന്ന് പറഞ്ഞാൽ ഒറ്റ തവണയായിട്ട് ഒരു നിശ്ചിത തുക തരിക. അതാണ് ലംസം എമൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോ ആക്സിഡന്റ് മൂലം മരണം സംഭവിക്കാം. മരണത്തിന് അൾട്ടിമേറ്റ് ആണ് മരണം സംഭവിച്ച കേസുകൾ ഉണ്ടാവാം. ചിലവർക്ക് ആക്സിഡന്റ് മൂലം വളരെ ഭയങ്കരമായിട്ടുള്ള വൈകല്യങ്ങൾ സംഭവിക്കാം. അപ്പൊ ആ ഒരു വൈകല്യത്തിന്റെ വ്യാപ്തി, മരണമാണെങ്കിൽ ആ രീതിയിൽ വൈകല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തിക്ക് അനുസരിച്ച് കൊണ്ട് ഒരു ലംസം എമൗണ്ട് നിശ്ചിത തുകയാണ് എന്ത് പറയുന്ന വ്യക്തികൾക്കായിട്ട് അവര് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കവറേജ് കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്? ടോപ്പ് അപ്പ് കവർ ആണ്. അതാണ് ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് കവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എ ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ ഈസ് കൺസിഡേർഡ് ആസ് എ എക്സ്റ്റൻഷൻ ഓവർ യുവർ കറന്റ് ഹെൽത്ത് ഓർ ഹോസ്പിറ്റലൈസേഷൻ പോളിസി. അതൊന്ന് അണ്ടർലൈൻ ചെയ്യിപ്പിക്കാം. ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റൻഷൻ ആണ് ശരിക്കും. ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കെയർ പോളിസി. അതായത് ഒരാള് ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അയാൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ എന്താണ് ഒരു ഓക്കെ കറക്റ്റ് ആണ് രമേശ്. ഉയർത്താം, ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ബിൽഡപ്പ് ചെയ്യാലോ. ഒരെണ്ണം ഓൾറെഡി ഉണ്ട്, അതിന്റെ മുകളിൽ ഒന്നും കൂടെ കയറ്റിയെടുക്കുക. അതുകൊണ്ടാണ് അത് പറഞ്ഞത് എക്സ്റ്റൻഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നിലവിൽ ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ അതിന് പുറമെ അതിന് പറഞ്ഞ തുകയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ചെലവ് വരികയാണെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് കവർ അവിടെ ഉപകാരപ്പെടും. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരാള് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അയാൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിലൊരു ടോപ്പ് അപ്പ് കവറും എടുത്തിട്ടുണ്ട്. അതും ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ടോപ്പ് അപ്പ് കവറും അതിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇയാള് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. ഹോസ്പിറ്റലൈസ് ചെയ്തു, അവസാന ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഹോസ്പിറ്റൽ ബില്ല് വന്നത് 8 ലക്ഷം രൂപയാണ്. ഓക്കെ, ഹോസ്പിറ്റൽ ബില്ല് വരുന്നത് 8 ലക്ഷം രൂപയാണ് വന്നത്. 8 ലക്ഷം എന്ന് പറയുമ്പോ ഓൾറെഡി അയാള് തുടക്കം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് 5 ലക്ഷത്തിന്റെ പോളിസി എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നില്ലേ? ആ ഒരു തുകയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യാം? ആദ്യം എടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ 5 ലക്ഷവും പിന്നെ അയാൾ ഒരു ടോപ്പ് അപ്പ് കവർ എടുത്തു വെച്ചിട്ടുണ്ട് 5 ലക്ഷത്തിന്റെ. ആ ടോപ്പ് അപ്പ് കവറിൽ നിന്ന് ഒരു 3 ലക്ഷം കൂടെ അയാൾക്ക് എടുക്കാം. അപ്പൊ ടോട്ടൽ ആയിട്ട് 8 ലക്ഷം പേ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പൊ എന്താണ് ഓൾറെഡി അവരെടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ തുകയ്ക്ക് അപ്പുറത്തേക്ക് പോവുകയാണ് അല്ലെ, അപ്പുറത്തേക്ക് ആ ഒരു തുക എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വരുന്ന എക്സ്പെൻസുകൾ കവർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്, ടോപ്പ് അപ്പ് കവർ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ? അതാണ് അവിടെ എത്തിയിരിക്കുന്നത്. എ ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ ഈസ് കൺസിഡേർഡ് ആസ് എൻ എക്സ്റ്റൻഷൻ ആണ്. ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ കവറേജ് ഓഫ് ദ എക്സിസ്റ്റിംഗ് പോളിസി. അതൊരു എക്സ്ട്രാ കവറേജ് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോ this policy can be considered as an add-on cover, add-on cover to your current hospitalization policy in case of higher expense due to illness or accidents when the existing policy sum insured gets exhausted. നിലവിൽ എടുത്തിരിക്കുന്ന പോളിസിയുടെ തുക കടന്നുപോയി കഴിഞ്ഞാൽ, അതിനൊതുങ്ങാതെ അതിനപ്പുറത്തേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ സഹായിക്കുക, ഇത്തരത്തിലുള്ള ടോപ്പ് അപ്പ് കവറാണ് സഹായിക്കുക അല്ലെ. ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് ദ എക്സ്ട്രാ എക്സ്പെൻസ് നമുക്ക് വഹിക്കാനായിട്ട് ടോപ്പ് അപ്പ് കവർ സഹായിക്കും. അത്യാവശ്യം പൈസ പ്രീമിയൊക്കെ കൊടുക്കാൻ കഴിവുള്ള ആളുകൾക്കാണെങ്കിൽ ഇങ്ങനെ ടോപ്പ് അപ്പ് കവർ ഒക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഓൾറെഡി എടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ തുക അതിന്റെ അപ്പുറത്തേക്കൊക്കെ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ടോപ്പ് അപ്പ് കവർ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെയധികം അവർക്കത് ഹെൽപ്ഫുൾ ആയി. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള 5 ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകൾ. ക്ലിയർ ആയോ? നിങ്ങളുടെ അച്ഛനും മനസ്സിലായോ? എളുപ്പമാണത്. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്താണ്? അതെന്ന് പറയുമ്പോൾ അറിയാലോ, ഈ പറയുന്ന ആക്സിഡന്റോ അസുഖമോ മൂലം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് കവർ ചെയ്യപ്പെടാത്ത നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് വരുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ അസുഖങ്ങൾക്കുള്ള കവറേജ് കൊടുക്കുക. ക്യാൻസർ, പാരാലിസിസ്, അതുപോലെ തന്നെ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലുള്ള ക്രിട്ടിക്കൽ അസുഖങ്ങൾക്കുള്ള കവറേജ് കൊടുക്കുന്നു. ആക്സിഡന്റ് കവർ എന്ന് പറയുമ്പോൾ അറിയാലോ, ആക്സിഡന്റ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കുള്ള കവറേജ് ആണ്. ടോപ്പ് അപ്പ് കവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കെയർ പോളിസിയാണ്. നിലവിലുള്ള ഹെൽത്ത് കെയർ പോളിസിയുടെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് വെച്ചാൽ എക്സ്ട്രാ കവറേജ് തരുന്ന ഒന്നാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. 5 ടൈപ്പ് ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് കേട്ടിരുന്ന് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, 3rd ഉം 4th മൊഡ്യൂളിലേക്കൊക്കെ കടക്കുമ്പോൾ ചാപ്റ്റേഴ്സ് കുറച്ച് ബോറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ വലിയ വലിയ ചാപ്റ്റേഴ്സുകളുണ്ട് അല്ലെ. ഇപ്പൊ ക്വാളിറ്റി അഷുറൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ. ഇനി അതുപോലെ ഓവർവ്യൂ എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതൊക്കെ വായിച്ച് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും. അങ്ങനത്തെ ചാപ്റ്ററുകളാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ, നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇതൊരു ചാലഞ്ച് ആയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നു? നിങ്ങളുടെ വിശേഷമൊന്നും പറയാറില്ലല്ലോ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങള്? നന്നായിട്ടിരിക്കുന്നു. ഓക്കെ, സുഖമാണ് അല്ലെ? ഓക്കെ. ഒന്നാമത്തെ കാര്യം നേരിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ, ശബ്ദം മാറില്ല. എന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളുടെ മെസ്സേജസിലൂടെ മാത്രമേ നിങ്ങളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റൂ. അങ്ങനെ പോകുന്നു അല്ലെ? കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, ശരിക്കും നല്ല മഴയാണല്ലോ ഇപ്പൊ. ഞാൻ മഴ വന്നപ്പോ കരുതി എറണാകുളം ജില്ലയ്ക്ക് ഒരു അവധി കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ അവധി കിട്ടിയില്ല. ഇവിടെ നല്ല മഴയുണ്ട്. ഓക്കെ, ശ്രീലക്ഷ്മി രാവിലെ അമ്പലത്തിൽ പോയില്ല. ഇന്നിപ്പോ രാമായണ മാസം തുടങ്ങിയല്ലോ അല്ലെ? മഴയാണ് പ്രോബ്ലം. ഓക്കെ, സുഖമാണ്. ഇനിയിപ്പോ ഈ ഒരു എന്താ കർക്കിടക മാസം തുടങ്ങുമ്പോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നതാണ് പൊതുവെ പറയുന്നത്. ഇന്ന് മഴ കുറവുണ്ടില്ല. ഇന്ന് 1-ാം തീയതി ആണല്ലോ, കർക്കിടക മാസം 1-ാം തീയതി ആണല്ലോ. ഓക്കെ, അതന്നെ, വേദനയൊക്കെ കൂടും. അങ്ങനെ പൊതുവെ എല്ലാവരും പണ്ടത്തെ ആൾക്കാരെങ്ങനെ പറയല്ലോ, ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരം ഭയങ്കര എന്താണ് എഴുതാവും എന്നൊക്കെ പറയും. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരും അല്ലേ? നല്ല കെയർ കൊടുക്കണം. ഈ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? ഓക്കെ, ഓക്കെ. സി സെക്ഷൻ കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് അങ്ങനെയുണ്ട്, അങ്ങനെ പൊതുവെ പറയാറുണ്ട്. ഓക്കെ, എന്റെ അമ്മയ്ക്ക് ഈ സമയമാകുമ്പോ
എന്താണ് മറ്റേ ഉലുവയുടെ ഉണ്ടയൊക്കെ ഉണ്ടല്ലോ, ആ ഉണ്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അതുപോലെ കഞ്ഞിയൊക്കെ മറ്റേ കടക്കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ എന്നോട് തന്നെ മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉലുവക്കഞ്ഞിയാണ് സാധാരണ പുള്ളിക്കാരി ഉണ്ടാക്കാറാണ് പതിവ്. ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എന്നോട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബൈജു എന്താ ചോദിക്കുന്നത്? ഗൈഡ് ഇമ്പോർട്ടന്റ് ആണോ? എന്താണ് ചോദിക്കുന്നത്? വൈകിട്ടാണ് കഴിക്കാറ്. ബൈജു എന്താ ചോദിച്ചത്? ഗൈഡിന്റെ കാര്യമാണോ ചോദിച്ചേ? ഇത് ഈ അഡ്മിനിസ്ട്രേഷനിലെ ഗൈഡിന്റെ കാര്യമാണോ? ഓക്കെ. ഗൈഡ് നല്ലതാണ് കേട്ടോ, ഗൈഡ് മേടിക്കുന്നത് നല്ലതാണ്. കാര്യം മെയിൻ എക്സാമിനൊക്കെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഗൈഡ്. ഗൈഡിൽ നിന്ന് മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് അത് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ. എന്റെ വീട്ടില് ആരാ ചോദിച്ചാൽ എന്റെ വീട്ടിൽ ആരൊക്കെയാണ്? അതെ കേട്ടോ ലക്ഷ്മിത. ഗൈഡിൽ നിന്നാണ് മെയിൻ എക്സാമിനൊക്കെ ഗൈഡ് കൂടുതൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഗൈഡ് പിജിയുടെ കാര്യം ഓഫീസിൽ ചോദിച്ചാൽ മതി കേട്ടോ. എന്താണ് എക്സാം ആണോ? എക്സാം വരുന്നത് നമ്മുടെ 3rd ഉം 4th മൊഡ്യൂളൊക്കെ കഴിയുമ്പോൾ എക്സാം വരും കേട്ടോ. എക്സാം ഏത് മാസം എന്ന് വെച്ചാൽ നമ്മുടെ പോർഷൻ നമുക്കൊരു 3 months ആണ് പറയുന്നത്. അപ്പൊ അത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു വേരിയേഷൻ വരും. പക്ഷെ മാക്സിമം 3 monthsനുള്ളിൽ നമ്മൾ അടുത്ത 3rd ഉം 4th ഉം തീർക്കാം. അത് കഴിഞ്ഞാൽ ഉടനെ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോഷ്യൽ ഹെൽത്ത്. സെപ്റ്റംബർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് വരെയാണ് നമ്മളോട് പറഞ്ഞ ടൈം. അത്രയാണ് ആഗസ്റ്റിനുള്ളിൽ ഈ പോർഷൻസ് തീർക്കാനാണ്. ആഗസ്റ്റ് ഒരു 3rd ഒക്കെയാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് അറിയില്ല, ഈ പറയുമ്പോ പോർഷൻസ് ചിലപ്പോൾ തീരാതെ കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷൻ വരും. എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടാവും എക്സാം കേട്ടോ, ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. മെയിൻ എക്സാമിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഇപ്പം പിന്നെ വരുന്ന എക്സാമുകൾ അടുപ്പിച്ച് വരും. 3rd ഉം 4th ഉം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കോഴ്സിന്റെ പോർഷൻസ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം വരും. 3rd ന്റെയും 4th ന്റെയും മൊഡ്യൂൾ എക്സാം, പിന്നെ ഒരു മോഡൽ എക്സാം, ദെൻ മെയിൻ എക്സാം. ഓക്കെ, പിന്നെ എക്സാമുകളായിരിക്കും കേട്ടോ. മൊഡ്യൂൾ എക്സാം കഴിഞ്ഞോടുകൂടി മോഡൽ എക്സാം വരുന്നു. മോഡൽ എക്സാം കഴിഞ്ഞ് അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മെയിൻ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. പറ്റും ശ്രീലക്ഷ്മി. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പി ജി ചെയ്യാലോ. ഡിപ്ലോമ കഴിഞ്ഞ് പി ജി ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് കിടക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. പറ്റും കേട്ടോ ഹസീന. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. എന്താണ്? ഇനി നമ്മൾ ഇത്രയും വരെ പഠിച്ചത് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ടേമുകൾ നമ്മൾ പഠിച്ചു. അതിന്റെ ബെനിഫിറ്റുകൾ, പിന്നെ വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ, എക്സ്ക്ലൂഷൻസ്, പിന്നെ പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെയാണ് ഇത്രയും നമ്മൾ അതാണ് പഠിച്ചത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 3 ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് ESI പഠിക്കാനുണ്ട്, CGHS പഠിക്കാനുണ്ട്, RSBY പഠിക്കാനുണ്ട്. ഈ 3 സ്കീമുകളാണ് ഇനി നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ ആദ്യം നിന്ന് നമ്മൾക്ക് പഠിക്കേണ്ടത് എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. It is an insurance program that meets at least one of the following 3 conditions. ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സൊസൈറ്റിയുടെ എന്താണ് ശരിക്കും പറഞ്ഞ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ് അല്ലെ. സൊസൈറ്റിയുടെ അല്ലെ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ്. കൂടുതൽ അത് ഗവൺമെന്റ് കൊടുക്കുന്ന സ്കീമുകളായിരിക്കും അല്ലെ, ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളായിരിക്കും. അപ്പം അതെന്താണെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇറ്റ് ഈസ് എൻ ഇൻഷുറൻസ് പ്രോഗ്രാം ദാറ്റ് മീറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 3 കണ്ടീഷൻസ് കേട്ടോ.
അപ്പോ താഴെ പറയുന്ന 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന പോയിന്റ് എന്താണ്, ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ് അവിടെ താഴെ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്? പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. ഇതാണ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. അതായത് ഈ ഒന്നില്ലെങ്കിൽ നമ്മുടെ തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം എല്ലാ ആളുകളും ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ ആണ് പറയുന്നത്, നിർബന്ധമായിട്ടും അതിന്റെ ഭാഗമായിരിക്കണം. അതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതയാണ്. കാര്യം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം, എംപ്ലോയ്മെന്റ് പ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ നിയമപ്രകാരം നിർബന്ധമായിട്ടും ആളുകള് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നിയമപ്രകാരം എന്ന് പറഞ്ഞു അല്ലെ. നിയമപ്രകാരം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മുടെ എന്താ പറയാ, ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഒരു നിയമം മുന്നോട്ട് വെക്കുകയാണ്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ഈ പറയുന്ന ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകണമെന്ന് ഒരു നിയമപ്രകാരം അനുശാസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പൗരന്മാരും അതിന്റെ ഭാഗമായിരിക്കും അല്ലെ. അതിന്റെ ഭാഗമാവുക മാത്രമല്ല, നമ്മള് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത തുക ഗവൺമെന്റ് പിടിക്കുകയും ചെയ്യും, ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് എടുക്കുകയും ചെയ്യും. അത് നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. നിയമം പറയുമ്പോൾ നമ്മൾ എന്തായാലും ആ നിയമം ഉണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പൗരന്മാർ ചെയ്തിരിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകും. അതുപോലെ നമ്മുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം നമ്മുടെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് എന്നുള്ള രീതിയിൽ ഗവൺമെന്റിലേക്ക് എടുക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് അവർ പറയുന്നത് ഐദർ ബൈ ലോ. പിന്നെന്താണ്, ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വ്യവസ്ഥ പ്രകാരം. അതായത് ഇപ്പോ ഒരു പ്രൈവറ്റ് സെക്ടർ ആണെന്ന് ഇരിക്കട്ടെ, ഒരു പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ എംപ്ലോയർ, അതായത് തൊഴിലുടമകള് തൊഴിലാളികളോട് നിർബന്ധമായിട്ടും അവരുടെ ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അവർ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകണം എന്നൊരു വ്യവസ്ഥ ഒരു തൊഴിലുടമ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ തൊഴിലാളികൾ അവരുടെ ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാവില്ലേ, ആവുകയും ചെയ്യും. അവരുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം അതിലേക്ക് അവര് അടക്കേണ്ടതായിട്ടും വരും. അത് നിർബന്ധമാണ്. അതാണ് അവിടെ ഒരു പറയുന്നത് കേട്ടോ. പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം, ദാറ്റ് മീൻസ് ഇൻ ദ പ്രോഗ്രാം മീൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം, അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. ഒന്നില്ലെങ്കിൽ ഐദർ ബൈ ലോ, നിയമപ്രകാരം നിർബന്ധമാണ്, അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ആളുകള് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയോ ഈ പറഞ്ഞ പോയിന്റ്? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത് ഇത്രയും മതി. ബാക്കി 2 പോയിന്റ്സ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഞാനിപ്പോ ഡിപ്ലോമയ്ക്കാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് PGക്ക് മാറാനായിട്ട് പറ്റുമോ? PGക്ക് മാറാൻ PG ചെയ്യാൻ പോയിട്ട് ഡിപ്ലോമ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ എനിക്കതൊന്നും അറിയാൻ അതിന്റെ കൂടുതൽ വിവരങ്ങള് നിങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ശ്രീലക്ഷ്മി നേരിട്ടേ ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിപ്ലോമയുടെ കൂടെ നമുക്ക് PG ഒക്കെ ചെയ്യാം കേട്ടോ. PG കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അപ്പൊ മോളൊരു കാര്യം ചെയ്യും, ഓഫീസിലോട്ടൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽസ് സ്മാർട്ട് ശ്രീയുടെ നമുക്ക് ആദ്യം കിട്ടിയ ഫോൺ നമ്പറിലാണ് വിളിക്കേണ്ടത്. പിന്നെ ഒരു വന്ദന എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ നമ്പർ ഉണ്ടായിരുന്നു. ഓഫീസ് നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹെൽത്ത് ഒക്കെ നല്ലോണം നോക്കാം. ഓക്കെ, ശരി എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.